ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്പറേഷൻ റിസർച്ചിൽ റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലമാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് വെച്ചാൽ നമുക്ക് ഒരു മിഷൻ എപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ അതിനൊരു മെയിൻ്റെനൻസ് കോസ്റ്റും അതിൻ്റെ ഒരു പുതിയ വാല്യൂവും കൂടെ വരുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണോ നല്ലത്, അതോ പുതിയൊരു മിഷൻ നമ്മൾ വേറെ മേടിക്കുന്നതാണോ നല്ലത്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്ടർ തന്നെ, നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ വെച്ച് എപ്പോൾ നമ്മുടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊരു കമ്പാരിസണിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മുടെ ഗിവൺ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് കോസ്റ്റിൻ്റെ വാല്യൂസൊക്കെ നമ്മുടെ കയ്യിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. എ മിൽക്ക് പ്ലാന്റ് ഈസ് കൺസിഡറിങ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എ മിഷൻ whose cost price is rupees 12,200 and its scrap value is rupees 200. The running cost, the another name is the maintenance cost, is here rupees are found from experience to be as follows. That is, from the given data we have the maintenance cost of the mission. The maintenance cost are given as follows. First here we have the year, and the second one we have the running cost, that is the maintenance cost. That is, this is the data. Our question is, when should the machine be replaced? എപ്പോഴാണ് നമ്മൾ ആ മിഷൻ റീപ്ലേസ് ചെയ്യേണ്ടത്? ഇനി ഡേറ്റയുടെ മീനിങ് എന്താണ്? 1 ഇയർ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയറിൽ അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 200 ആയി. നമുക്കറിയാം ഇയേഴ്സ് മുമ്പോട്ട് പോകുന്തോറും റണ്ണിങ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇതാണ്, തേർഡ് ഇയറിൽ ഇതാണ്, അങ്ങനെ 8th ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേനും 4,000 ആണ് അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കോസ്റ്റ്. ഇങ്ങനെയാണ് ഈ മിഷൻ്റെ വാല്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് മെയിൻ്റെനൻസ് കോസ്റ്റ് ഒരുപാട് ഇൻക്രീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഓണ്ടർപ്രണർക്ക് അത് നഷ്ടമേ വരത്തുള്ളൂ. ഏത് കേസിൽ എപ്പോഴാണ് ആ മിഷൻ റീപ്ലേസ് ചെയ്യേണ്ടത്? അതായത് നമുക്ക് ഒരുപാട് ലോസ് വരാത്ത രീതിയിൽ എപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതാണ് വെൻ ഷുഡ് ദ മിഷൻ ബി റീപ്ലേസ്ഡ് യൂസിങ് ദ ഗിവൺ ഡേറ്റ. അപ്പോൾ 1 തൊട്ട് 8 വരെയുള്ള ഇയേഴ്സിൻ്റെ ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം ഏത് വർഷമാണ് ഇതിന് റീപ്ലേസ്മെൻറ്റ് നടത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് വരുമ്പോൾ നമുക്കതിന് മെയിനായിട്ട് നമ്മുടെ കയ്യിൽ കോസ്റ്റ് പ്രൈസ് ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂസ് ഉണ്ട്, ആൻഡ് മെയിൻ്റെനൻസ് കോസ്റ്റും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ സാധാരണ COT ഓർ വെറുതെ C അറ്റ് ദ പർട്ടിക്കുലർ ടൈം T കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് COT, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് C എന്ന് എഴുതും. അപ്പോൾ ഇതാണ് കോസ്റ്റ് പ്രൈസിൻ്റെ സിമ്പിൾ നൊട്ടേഷൻസ്. ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ C എന്ന് പറയുന്നത് 12,200 rupees ആണ്. ഇനി അതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ സ്ക്രാപ്ഡ് വാല്യൂ വരുന്നുണ്ട്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ SOT അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എസ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പ്രോബ്ലത്തിൽ എസ് എന്ന് പറയുന്നത് 200 ആണ്, 200 rupees. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മെയിൻ്റെനൻസ് എപ്പോഴാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, മെഷീൻ എപ്പോഴാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നാണ്. അതിന് നമുക്ക് തന്നിരിക്കുന്ന മെയിൻ്റെനൻസ് കോസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ ഇയറിലെയും മെയിൻ്റെനൻസ് കോസ്റ്റുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആ മെയിൻ്റെനൻസ് കോസ്റ്റുകളെ നമ്മൾ സാധാരണയായിട്ട് MOT എന്ന് പറയാറുണ്ട്, എങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് നൊട്ടേഷനായിട്ട് യൂസ് ചെയ്യുന്ന സാധാരണ F അല്ലെങ്കിൽ FOT എന്നാണ്. എന്നാലും നമ്മുടെ കാൽക്കുലേഷനിൽ നമ്മൾ ക്യുമുലേറ്റീവ് വാല്യൂസ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂഷ്വലായിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത് FOT എന്നുള്ള വാല്യൂ ആണ്. FOT എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓരോ റണ്ണിങ് കോസ്റ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് 3 വാല്യൂസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്, ദാറ്റ് ഈസ് C. Here C is the 12,200. The second value is the scrapped value. Here S is the 200 and the maintenance cost is denoted by FOT. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് റീപ്ലേസ് ചെയ്യേണ്ട ഇയർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് നമ്മൾ ഫസ്റ്റ് ഈ തന്നിരിക്കുന്നത് വാല്യൂസിനെ വെച്ചുകൊണ്ട് നമ്മളൊരു കാൽക്കുലേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നിരിക്കുന്ന ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴാണ് ഈ മിഷൻ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ടേബിളിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലത്തിൻ്റെ ടേബിളിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇയർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ N,
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റണ്ണിങ് കോസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ കോസ്റ്റ് എന്ന് പറയുന്നതാണ്. അവിടെ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ FOT അല്ലെങ്കിൽ MOT ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ യൂഷ്വലായിട്ട് ഉള്ള നൊട്ടേഷൻ FOT ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിരിക്കും. ഇനി നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 കാര്യങ്ങളും കൂടെ അഡീഷണൽ ആയിട്ട് വേണം. ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ്, അതായത് റണ്ണിങ് കോസ്റ്റിൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ശരിക്കും നമുക്ക് ആവറേജ് കോസ്റ്റാണ് വേണ്ടത്. ആവറേജ് കോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് അറിഞ്ഞാലേ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആവറേജ് കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇയറും റണ്ണിങ് കോസ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ് ആണ്. ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റണ്ണിങ് കോസ്റ്റിൻ്റെ ജസ്റ്റ് വാല്യൂസ്, അതായത് നെക്സ്റ്റ് വാല്യൂസ് ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വാല്യൂ ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 200. ഇനി അടുത്ത വാല്യൂ കിട്ടാനായിട്ട് 200ൻ്റെ കൂടെ 500 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ എത്ര കിട്ടും? 700. അത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 700 പ്ലസ് നെക്സ്റ്റ് വാല്യൂ എത്ര കിട്ടും? 1500. ഇങ്ങനെ നമുക്ക് എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. വാല്യൂസ് ആഡ് ചെയ്ത് നമ്മളെടുത്തു. ലാസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 14,200 ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ കോസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല സിഗ്മ FOT പ്ലസ് C മൈനസ് S. സിഗ്മ FOT എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ്, അതായത് ഈ കോളത്തിൽ വരുന്നതാണ് സിഗ്മ FOT. ഇനി C എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് ആണ്, അത് ഓരോ പ്രോബ്ലത്തിലും ഓരോന്നാണ്. അതുപോലെ തന്നെ S എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിലെ സിഗ്മ FOT എന്ന് പറയുന്നത് തേർഡ് കോളത്തിൽ നിന്ന് കിട്ടും. C എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 12,200 ആണ്. അതുപോലെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട് 200 ആണ്. അപ്പോൾ എല്ലാ വാല്യൂസും നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ വരുമ്പോൾ ഇതിലെ സിഗ്മ FOT വാല്യൂ എന്ന് പറയുന്നത് 200 പ്ലസ് ഇവിടുത്തെ സ്ക്രാപ്പ് വാല്യൂ എന്ന് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12,200 മൈനസ് ഇവിടുത്തെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 200. അപ്പോൾ ആൻസർ എത്ര വരും? 12,200. അതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ വാല്യൂസിൻ്റെയും സിഗ്മ FOTയും Cയും Sഉം എല്ലാത്തിലും സെയിം തന്നെയാണ്. അത് വെച്ച് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വാല്യൂ സിഗ്മ FOT പ്ലസ് C മൈനസ് S. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് കോസ്റ്റ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, ടോട്ടൽ കോസ്റ്റ് ആണ്. നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇയർ, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് കോസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ സിഗ്മ FOT പ്ലസ് C മൈനസ് S, അതായത് ഈ കോളം ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആവറേജ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 12,200 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പോൾ എത്ര? ഡിവൈഡഡ് ബൈ 1, അപ്പോൾ 12,200 തന്നെ. സെക്കൻഡ് വാല്യൂ 12,700 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഇയർ, ഇവിടുത്തെ ഇയർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 6,350. ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്താണ്? ആ മിഷൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് വെച്ച് അനലൈസ് ചെയ്തിട്ട് എപ്പോഴാണ് ആ മിഷൻ റീപ്ലേസ് ചെയ്യേണ്ടത്, അതാണല്ലോ നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ, അതാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വാല്യൂ കിട്ടുന്നത് നമ്മുടെ ആവറേജ് കോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ആവറേജ് കോസ്റ്റിലെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക, അത് ഏത് ഇയറിലാണ് വരുന്നതെന്ന് നോക്കുക. ആ ഇയറിലായിരിക്കണം ആ മിഷൻ റീപ്ലേസ് ചെയ്യേണ്ടത് ഫോർ ദ പ്രോഫിറ്റ്. അപ്പോൾ അതാണ്. അപ്പം നമുക്കിവിടെ നോക്കാം ആവറേജ് കോസ്റ്റിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ് കിട്ടുന്നത്? ഇതാണ് ആവറേജ് കോസ്റ്റിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂ ഏത് ഇയറിലാണ് കിടക്കുന്നത്? 6th ഇയറിലാണ് കിടക്കുന്നത്. അതായത് നമുക്ക് വെൻ ഷുഡ് ബി മിഷൻ റീപ്ലേസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടത് ഏത് ഇയറിലാണ്? 6th ഇയറിലെ എൻഡിങ്. കാരണം നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ അത് വീണ്ടും കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 6th ഇയറിലായിരിക്കണം അത് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം റീപ്ലേസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 6th ഇയർ.
ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇയറും റണ്ണിങ് കോസ്റ്റും തന്നിരിക്കണം. നമ്മൾ അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് റണ്ണിങ് കോസ്റ്റിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദിസ് ഈസ് എ ഫോർമുല ഫോർ ദ ടോട്ടൽ കോസ്റ്റ്. അവിടെ സിയും എസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കും. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിവൈഡഡ് ബൈ ഇയർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഇയർ ആണ് നമ്മൾ എൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഏതാണ് മിനിമം വാല്യൂ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. മിനിമം വാല്യൂ ഏത് ഇയറിലാണോ വരുന്നത് ആ ഇയർ ആയിരിക്കും നമ്മൾ ആ മെഷീൻ റീപ്ലേസ് ചെയ്യേണ്ട ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആകെ അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 സ്റ്റെപ്പ് മാത്രമാണ്. അതിൻ്റെ ഫോർമുലാസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്ക് കാൽക്കുലേഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.